എറണാകുളം പുല്ലപ്പടി ദാറുലും ലിംഗ്വിസ്റ്റ് ആൻഡ് ഇസ്ലാമിക് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര അറബിക് ഭാഷാ ദിനം ആഘോഷിച്ചു. അറബിക് ഫുഡ് ഫെസ്റ്റ് അഹമ്മദ് താഹിർ സേട്ട് ഉദ്ഘാടനം ചെയ്തു. വിവിധ സ്റ്റാളുകളിലായി അറബി ഫുഡ് പ്രദർശനവും വിൽപ്പനയും നടത്തി. വിവിധ തരം മന്തികൾ, കബാബുകൾ, ഷവർമ, ഡെസർട്ടുകൾ എന്നിവ വിദ്യാർത്ഥികൾ സജ്ജമാക്കിയത് അത്യാകർഷണീയവും രുചികരവുമായിരുന്നു. അറബി ഭാഷ ഒരു മതത്തിന്റെ ഭാഷയല്ലെന്നും അന്താരാഷ്ട്ര ലെവലിൽ അംഗീകരിച്ചിട്ടുള്ള ഭാഷയാണെന്നും അക്കാദമി ഡയറക്ടർ സലാഹുദ്ദീൻ മദനി പറഞ്ഞു. ഡിസംബർ 18 അന്താരാഷ്ട്ര അറബിക് ദിനമായിട്ട് ആഘോഷിക്കുകയാണ് ലോകമെമ്പാടും. അറബി ഭാഷയുടെ പ്രചരണത്തിനും അതിൻ്റെ വ്യാപനത്തിനും വേണ്ടി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചതാണ് എല്ലാ വർഷവും ഡിസംബർ 18 അറബി ഭാഷാ ദിനാഘോഷമായിട്ട്. അത് എല്ലാ സ്ഥാപനങ്ങളിലും, അറബി ഭാഷ പഠിപ്പിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളിലും ഈ ദിനം ഇങ്ങനെ ആഘോഷിക്കുന്നുണ്ട്. പുല്ലപ്പടി ദാറുൽ ഉലൂം ലിംഗ്വിസ്റ്റിക് ആൻഡ് ഇസ്ലാമിക് അക്കാദമിയിൽ 2 ദിവസത്തെ പരിപാടിയാണ് ഉണ്ടായിരുന്നത്. അതിൽ ഇന്നലെ 17-ാം തീയതി കുട്ടികൾ വിദ്യാർത്ഥിനികൾ സംഘടിപ്പിച്ച അറബി ഫുഡ് ഫെസ്റ്റായിരുന്നു പ്രഥമ പരിപാടി. അത് ഏറ്റവും ആകർഷണീയമായ ഒരു പരിപാടിയായിരുന്നു. ആ പരിപാടി നമ്മൾ ഒരു മത്സരം പോലെയാണ് സംഘടിപ്പിച്ചത്. അറബി ഫുഡുകളെല്ലാം അണിനിരന്നു, ഡെസർട്ടുകൾ അണിനിരന്നു. അതുപോലെ തന്നെ ഏറ്റവും നല്ല നിലയിൽ കുട്ടികളത് കൈകാര്യം ചെയ്തു. ഷവർമ മുതൽ കബാബ് മുതൽ സർവ്വ ഐറ്റംസും കുട്ടികൾ തന്നെ തയ്യാറാക്കി കൊണ്ടുവന്ന് ഇവിടെ പ്രദർശിപ്പിച്ചു. ആബാദ് ഹോട്ടലിൽ നിന്നുള്ള ഒരു ഷെഫിനെ കൊണ്ടുവന്ന് അത് വിലയിരുത്തുകയും മാർക്കിടുകയും ചെയ്തു. അപ്പോൾ ആ നിലയിലുള്ള പരിപാടി ഇന്നലെ അവസാനിച്ചു. ഈ അറബി ഭാഷയുടെ അംഗീകാരം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഐക്യരാഷ്ട്രസഭയിൽ 6 ഭാഷയ്ക്കാണ് ആകെ അംഗീകാരമുള്ളത് ഐക്യരാഷ്ട്രസഭയിൽ. അതിൽ ഒരു ഭാഷയായി അറബിക് ഭാഷ തിരഞ്ഞെടുത്തു. അറബിക് ഭാഷയുടെ സവിശേഷത ഇംഗ്ലീഷിനോടും ഫ്രഞ്ചിനോടും ഒക്കെ സ്പാനിഷ് ഭാഷയോടൊക്കെ ഒപ്പം തന്നെ അത് ഒരു മതഭാഷയല്ല ഒരിക്കലും. മതഭാഷയായി അതിനെ ചുരുക്കുമ്പോഴാണ് ഈ ഭാഷയുടെ സവിശേഷത മനസ്സിലാകാതെ പോകുന്നത്. സമുദായത്തിന്റെ മാത്രം ഭാഷയാണ് അറബി എന്നുള്ളത്. ഒരിക്കലും അതങ്ങനെയല്ല. കാരണം അറബി ഭാഷ സെമിറ്റിക് ഭാഷകളിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ജീവസുറ്റ ഭാഷയാണ് അറബി ഭാഷ. ഈ മതഭാഷയായി അതിനെ ചുരുക്കുന്നതിലേക്ക് വരുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ അതിൽ അവതരണീയമായി എന്നുള്ളതാണ്. ഖുർആൻ മുസ്ലിമീങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഗ്രന്ഥം എന്നുള്ള നിലയിൽ ആ ഭാഷ ആയതുകൊണ്ടായിരിക്കാം പലരും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ട് മുസ്ലിമീങ്ങളുടെ ഭാഷയാണെന്ന്. ഒരിക്കലുമല്ല. ഈ കഴിഞ്ഞ പരീക്ഷയിൽ പോലും കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MAക്ക് ഫസ്റ്റ് റാങ്ക് വാങ്ങിയത് ഒരു ലക്ഷ്മി എന്ന് പറയുന്ന ഒരു കുട്ടിയാണ്. അത് അപ്പം ആ നിലയിൽ അല്ലല്ലോ. അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഈ എറണാകുളം ജില്ലയിൽ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ഇൻസ്പെക്ടർ ഫോർ മുസ്ലിം എഡ്യൂക്കേഷൻസിന് ഒരു ഇൻസ്പെക്ടറായി നിയോഗിക്കപ്പെട്ട ഒരു സെബാസ്റ്റ്യൻ സാറാണ്. ഞാൻ സർവീസിലിരിക്കുമ്പോൾ എനിക്ക് നല്ല അനുഭവമുണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട്. ഇഷ്ടം പോലെ അന്യമതസ്ഥർ, അതായത് മുസ്ലിമീങ്ങളല്ലാത്ത കുട്ടികൾ ഇഷ്ടം പോലെ അറബി ഭാഷ പഠിക്കുന്നുണ്ട്, ഉന്നത തലങ്ങളിൽ എത്തുകയും ചെയ്യുന്നുണ്ട്. അറബി ഭാഷ ഒരിക്കലും ഒരു തടസ്സമല്ല. ഇന്ന് ഏറ്റവും കൂടുതൽ അനന്തമായ സാധ്യതകളുള്ള ഭാഷയാണ് അറബി ഭാഷ. പ്രത്യേകിച്ച് ഇന്ന് നമ്മളുടെ ഈ കേരളത്തിൽ അത് ഈ മെഡിക്കൽ രംഗത്ത്, ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട രംഗങ്ങളിൽ വലിയ സാധ്യതയാണ് ഇതിനുള്ളത്. അതുപോലെ തന്നെ ഈ ടൂറിസ്റ്റുകളുമായി ബന്ധപ്പെട്ട് എല്ലാ നിലയിലും ഒരുപാട് സാധ്യതകളുള്ള അറബി ഭാഷയെ ഒരു മതത്തിൻ്റെ ഭാഷയാക്കി ചുരുക്കി വെക്കുമ്പോഴാണ് അതിനെക്കുറിച്ച് തെറ്റായ ധാരണകൾ ഉണ്ടാകും. തെറ്റായ ധാരണകൾ തിരുത്താനും ലോകമെമ്പാടും അംഗീകരിക്കുന്ന ഒരു ഭാഷയാണെന്നും ഓരോ രാഷ്ട്രങ്ങളിലെ ജാതിയും മതവും നോക്കാതെ സംസാര ഭാഷയാണെന്നും ഇപ്പോൾ ഈ അടുത്ത ഒരു സന്ദർഭത്തിൽ നമ്മളുടെ ഫലസ്തീനിൽ നിന്നുള്ള ഒരു ബിഷപ്പ് അറബിയിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവിടുത്തെ കുർബാനയൊക്കെ അറബിയിലാണ് എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ഭാഷ അതാണ്. അപ്പോൾ ആ നിലയിൽ ജാതിയോ മതത്തിൻ്റെയോ വേർതിരിവില്ലാതെ ഭാഷയിൽ ഒരിക്കലും ഒരു കാരണവശാലും വേർതിരിവ് ഉണ്ടാകുവാനും പാടില്ല. ഇപ്പം നമ്മൾ മലയാളം പഠിക്കുന്നു, സംസ്കൃതം പഠിക്കുന്ന ഇഷ്ടം പോലെ മുസ്ലിം കുട്ടികളുണ്ട്, അറബി പഠിക്കുന്ന ഇഷ്ടം പോലെ മുസ്ലിം കുട്ടികളുമുണ്ട്. അതുകൊണ്ട് ഈ ഭാഷ ലോകോത്തര ഭാഷയാണ് എന്ന് ലോകത്തുള്ള എല്ലാവർക്കും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഐക്യരാഷ്ട്രസഭ എല്ലാ ഡിസംബർ 18-നും വിപുലമായ നിലയിൽ ഇത് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമെന്നോണാണ് ഞങ്ങളുടെ അക്കാദമിയിലും ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഭാഷയെക്കുറിച്ച് നന്നായി പഠിക്കുക, അറിയുക, അതിൻ്റെ അനന്ത സാധ്യതകളേക്ക്, അതിൻ്റെ അഗാധതയിലേക്ക് ഊഴിയിട്ടിറങ്ങാൻ എല്ലാവരും തയ്യാറാവുക. അതാണ് ഈ സന്ദർഭത്തിൽ നൽകാനുള്ള ഒരു സന്ദേശം. 18-ാം തീയതി നടന്ന അറബിക് സെമിനാറിൽ എറണാകുളം IME ഷറഫുദ്ദീൻ അന്താരാഷ്ട്ര ദിനത്തിൽ അറബി ഭാഷയുടെ അംഗീകാരവും പ്രാധാന്യവും
എന്ന വിഷയം അവതരിപ്പിച്ചു. അക്കാദമി ഡയറക്ടർ സലാഹുദ്ദീൻ മദനി അധ്യക്ഷത വഹിച്ചു. കെ അസീസ് സുല്ലമി, മുഹമ്മദ് വാളറ ആസിഫ്, ഇസ്ലാഹി, എം മുഹമ്മദ് കുഞ്ഞ്, TU സാദത്ത്, ഹമീദ് സ്വലാഹി, ലാജിദ്, സാജിദ ബീവി LM, ഷാഹിന PH, ഫാത്തിമ നൂരിയ, ഫാത്തിമ എന്നിവർ സംസാരിച്ചു. അഹമ്മദ് താഹിർ സെട്ട് വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു.